ഞാൻ പോണവരെ ഇല്ലായിരുന്നു. എന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഹേയ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ഹോം ആൻഡ് വെൻ ടു എറണാകുളം അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു വ്ളോഗാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് വശമാക്കുന്നില്ല, അതിന് മുന്നേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാനൊരു 10 മണി കഴിഞ്ഞപ്പോൾ എണീറ്റ് കുറച്ച് താമസിച്ച്. അവളാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ രാവിലെ എണീക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഒന്ന് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഈ പല്ല് തേക്കാം. അപ്പോൾ പല്ല് തേച്ചിട്ട് കാണാം. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു. അപ്പം ഇതുവരെയും പല്ല് തേച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും പല്ല് തേക്കാനോട്ട് പോകാം. സോ അപ്പോൾ നമുക്കിനി ദോശ ചൂടാം. കാരണം രാവിലെ ഓൾറെഡി എല്ലാവരും കഴിച്ചു. ഇപ്പോൾ 12 മണിയായി. ഇനി നമ്മൾ വീട്ടിൽ പറഞ്ഞ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമുക്കിനി ദോശ ചൂടാം. ഗൈസ്, ആവി പറക്കുന്ന ദോശ ഞാൻ ചുട്ടതാണ്. ഗൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുമുണ്ട്. പിന്നെ ഈ കാക്കേൻ്റെ ശബ്ദവും. കാക്ക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതില നല്ല വൈബാണ് ദോശയും. അല്ലെങ്കിൽ ഫുഡ് എടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് തിന്നാൻ. അതിൽ രാവിലെ തൊട്ട് ഇവിടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട് ഗൈസ്. എനിക്കൊന്ന് ആശ്രമത്തിൽ എന്തോ പരിപാടി എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഹെലികോപ്റ്റർ പോകുമ്പോൾ ഞാൻ കാണിച്ചിടാം. നോയിക്കോട്ടെ, ഇപ്പം വരുന്നുണ്ട് അറിയാം. സോ ഇനി നമ്മൾ ഫുഡൊക്കെ സക്സസ്ഫുള്ളി കഴിച്ച് ഇനി കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാനായിട്ടിരുന്ന് അതിൽ കുറേ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്യട്ടെ. സോ ഗൈസ്, നമ്മളെ വർക്കൊക്കെ പകുതിയേ തീർന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആവണം. കാരണം തീരെ സമയമില്ല. ഇനി ഞാൻ കളിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ട്രെയിൻ എനിക്ക് മിസ്സാവും. കാരണം 4:30 ട്രെയിൻ. പിന്നെ എന്തെങ്കിലും ശബ്ദം ഇങ്ങനെ കേൾക്കണോ, കുറേ കാറ്റടിക്കുന്നതിന് കാറ്റിൻ്റെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആവട്ടെ. റെഡിയായി ഡ്രസ്സ് എടുത്ത് ഇവിടെ വന്നിട്ട് ബാഗൊക്കെ എടുത്ത് ഫുഡും കഴിച്ചിട്ടാണ് പോകാൻ. അപ്പോൾ എന്തായാലും റെഡി ആവട്ടെ. ഗൈസ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. കുറേ നേരമായിട്ട് റെഡി ആയിട്ടിരിക്കുമോ, വെയിറ്റ് ചെയ്തിരിക്കുമോ ചേട്ടൻ വന്നിട്ട് വേണം ഇനി കടയിൽ പോകാൻ. ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. കാണിച്ചത് ഇതുവരെ ഇല്ലായിരുന്നു. ഞാൻ പോണവരെ ഇല്ലായിരുന്നു. പോയി വന്നതിന് ശേഷം ഉണ്ടടാ ഒരു സാധനം ഇവിടെ നിൽക്കുന്നു. കാണിച്ചു തരാം. ഇവനെയാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ നിൽക്കുന്ന. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പോണവരെ ഇവിടെ വാഴയൊന്നുമില്ലായിരുന്നു. ഞാൻ താണ്ടടാ പോയിട്ട് വന്നപ്പോൾ വാഴയും വെച്ചു. പിന്നെ ഇവിടെ കുറേ വാഴകളുണ്ടായിരുന്നു. ഈ സൈഡിലായിട്ടായിരുന്നു വാഴകളൊക്കെ നിന്നിരുന്നത്. ഇപ്പം കുറേ ചീനി കമ്പും അങ്ങനെയൊക്കെ നട്ട് വെച്ചേക്കാം. അപ്പം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ ഒന്നേ ഉള്ളൂ നിലവിൽ. ആ ഒരെണ്ണമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ. പിന്നെ ഈ ചേട്ടൻ എന്താണെന്നറിയില്ല വരാത്തത്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതും ചേട്ടനും വന്നു. പിന്നെ നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടുത്തെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. പിന്നെ ചെന്നപ്പോൾ തന്നെ എന്തോ ഗേറ്റും എല്ലാം അടച്ചിട്ടിരുന്നു. പിന്നെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോയത്. ഇതാണ് ഞാൻ എടുത്ത ഷർട്ട്. സോ ഗൈസ്, ഞാൻ ഇതാണ് എടുത്ത ഷർട്ട്. കൊള്ളാം, വൈകോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇതൊരു കാണുമ്പോൾ നമുക്കിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഇതിൽ കാണുമ്പോൾ വലിയ ലുക്കില്ല. ഒരു ഷൈനി ടൈപ്പാണിത്. ഒരു സാറ്റൻ മെറ്റീരിയൽ അല്ല, പക്ഷെ ഒരു മെറ്റീരിയലിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാൻ വൈകുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനി പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം, ഇതൊക്കെ ചെയ്യണം. എനിക്ക് ചോറ് കഴിക്കാൻ കുറച്ച് ടയേർഡായി പോയി. ഉള്ള വെയിലും കൊണ്ട്. പക്ഷെ കൊണ്ടാലും കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു ഷോട്ടാണ് കിട്ടിയത്. ലൈക്ക് ചോറ് കഴിക്കട്ടെ.
ചോറ് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഇനിയിപ്പോൾ ഹോസ്റ്റൽ ഫുഡാണ്. നല്ല ചോറും ചിക്കനും. പക്ഷെ എൻ്റെ ഹോസ്റ്റലിലെ ഫുഡും വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്, കുഴപ്പമില്ല. നല്ല ഹോസ്റ്റലുമാണ്. അതുപോലെ തന്നെ നമ്മളെ വാർഡൻ ആൻറ്റി ആയാലും ഓണറായിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്ന നല്ല ആൾക്കാരാണ്. ആദ്യം എടുത്ത് നിന്ന് എൻ്റെ പൊന്നേ ആദ്യത്തെ ഹോസ്റ്റൽ. പക്ഷെ ഇപ്പോഴത്തെ അടിപൊളിയാണ് നല്ല ഹോസ്റ്റൽ. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ട്. സോ കഴിക്കട്ടെ, ഒന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് ഇനി എല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് തിരിച്ച് പോകണം. കഴിച്ചിട്ട് വരാം. കഴിച്ച് കഴിഞ്ഞങ്ങോട്ട് ഇരുന്നപ്പോൾ ഉണ്ടടാ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോഴാണ് അറിയണത് 4:30 ട്രെയിന്, 4 മണിക്കാണ്. പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് പരതി അങ്ങടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ പാക്കിനായിട്ട് ഒരുപാടൊന്നും ഉണ്ടായില്ല, 2-3 ഡ്രസ്സേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. പോയിട്ട് വരാം അപ്പച്ചി, ബൈ. നമ്മൾ ഹോസ്റ്റലിലെത്തി. അവരാക്കിയിട്ട് എന്താ ഹോസ്റ്റലിലെത്തി. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ സക്സസ്ഫുള്ളി എത്തി ഗൈസ് ഹോസ്റ്റലിൽ. 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ ശേഷം. സോ ഇത്രയും ഉണ്ടായിരുന്നോളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും, വരുന്ന വീഡിയോസിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.